ഈ ആഴ്ചത്തെ നമ്മുടെ റെഡ് ക്രോ ക്രൈഫിഷുകളുടെ വാട്ടർ ചേഞ്ചിന് വന്നപ്പോഴും നമുക്ക് അടിപൊളി സർപ്രൈസാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ തുറന്നപ്പോൾ നമുക്ക് 5 വലിയ സൈസിന് കിട്ടിയിട്ടുണ്ട്. ഞാനവിടെ സെപ്പറേറ്റ് മാറ്റിയിട്ടിട്ടുണ്ട്. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ചും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ചെടികളും കാര്യങ്ങളൊക്കെ റീപ്ലേസ് ചെയ്ത് എല്ലാം ഇട്ട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് നമുക്ക് കുഞ്ഞുങ്ങൾ വലിയ സൈസ് ആയതിനെ നമുക്ക് 5 എണ്ണത്തിന് സെപ്പറേറ്റ് കിട്ടിയിട്ടുള്ളത്. നേരത്തെ കാണിച്ച ആ ഒരു 3 ബോക്സിലും നമ്മുടെ അഡൽട്ട് സൈസ് ഒരെണ്ണം കിടക്കുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളാണ് കിടക്കുന്നത് 2 ബോക്സിൽ. പിന്നെ ഈ കാണുന്ന ട്രേകളിലും കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. ആദ്യത്തെ ട്രേയിൽ നമ്മളൊരു വലിയ സൈസിന് സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 എണ്ണത്തിനെ നമ്മൾ വേറെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്, 2 കണ്ടെയ്നറിൽ സെപ്പറേറ്റ്. ഇതിനകത്ത് ഒരു വലുതിനെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടേക്കാണ്. പിന്നെ 2 എണ്ണത്തിനെ നമ്മൾ സൈഡിൽ വേറെ മാറ്റി ഇട്ടിട്ടുണ്ട്. അങ്ങനെ വലിയ സൈസിനെ 3 എണ്ണത്തിനെ നമ്മൾ സെപ്പറേറ്റ് ഇട്ടിട്ടുണ്ട്. ഈ കാണുന്ന ട്രേയിൽ ഒരു വലുതിനെ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു റെഡ് ബേസിനിൽ നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു ഈ അടുത്ത്. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഇതേ കാണുന്നത്. അങ്ങനെ ഏറ്റവും വലിയ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ കാണുന്ന 3 ബേസിനുകളിലും ഇപ്പോൾ കാണിച്ച 3 ബേസിനുകളിൽ നമ്മൾ മാറ്റിയിട്ടിട്ടുള്ളത്. അതുകൂടാതെ ഇന്നത്തെ വാട്ടർ ചേഞ്ചിലാണ് നമുക്ക് 5 എണ്ണത്തിനെ അഡീഷണലി കിട്ടിയിട്ടുള്ളത്. അവരെയാണ് നമ്മളവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. എല്ലാവരെയും സെപ്പറേറ്റ് അതായത് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ 5 എണ്ണത്തിനെ നമ്മൾ സെപ്പറേറ്റ് കണ്ടെയ്നറിൽ മാറ്റി അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് ഈ കാണുന്ന 5 കണ്ടെയ്നറിലാണ് ഇട്ടിട്ടുള്ളത്. അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള കുഞ്ഞുങ്ങളാണ്. കുഞ്ഞുങ്ങളെന്നൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല, കാരണം കണ്ടില്ലേ അത്യാവശ്യം നല്ല സൈസായി. ഈ വാട്ടർ ചേഞ്ചിലാണ് എനിക്ക് ഏറ്റവും അധികം വലിയ സൈസിനെ കിട്ടിയത്. ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ പറയാറുണ്ടായിരുന്നു, നമ്മൾ ഓരോ ആഴ്ച ഇങ്ങനെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് വരുമ്പോൾ നമ്മൾ നെറ്റ് പോക്കി ഈ ചെടികളെല്ലാം ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണല്ലോ, നമുക്ക് ഇവരെ കാണാനൊന്നും പറ്റില്ല. അപ്പോൾ അടിയിലായിരിക്കും എല്ലാം നടക്കുന്നത്. അതായത് ഷെല്ല് പൊഴിക്കുന്ന സംഭവം. ഷെല്ല് പൊഴിച്ച് കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് സൈസ് വയ്ക്കും. അപ്പോൾ ഈ പരിപാടികളെല്ലാം നടക്കുന്നത് ഈ ചെടികളുടെ അടിയിലാണ്, നമുക്കൊന്നും കാണാനായിട്ട് പറ്റില്ല. നേരത്തെ കണ്ടില്ലേ നിങ്ങൾ, ബോക്സിനകത്ത് മൊത്തം നമ്മൾ ചെടികൾ ഫ്ലോട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. വാട്ടർ ചേഞ്ചിന് വരുമ്പോഴാണ് നമ്മളത് തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഈ 5 എണ്ണത്തിൽ 2 എണ്ണത്തിനെ പെട്ടെന്ന് മാറ്റാനായിട്ട് ഞാൻ ഈ 2 ബ്ലാക്ക് കണ്ടെയ്നറുകൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് ചെറിയ PVCയുടെ 2 പീസ് ഇട്ട് നമുക്ക് കുറച്ച് ചെടികൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് 2 എണ്ണത്തിൽ ഇതിലേക്ക് മാറ്റിയിടാം. ബാക്കി 3 എണ്ണത്തിനെ ഞാനൊരു 3 ചെടിച്ചട്ടികൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചെടിച്ചട്ടികളെ ടെമ്പററി ആയിട്ട് ഇടാനാണ് വിചാരിക്കുന്നത്. ശരിക്കും ഇവർക്ക് സെപ്പറേറ്റ് ഒരു ട്രേ കൊടുക്കുന്നതാണ് നല്ലത്, നേരത്തെ കാണിച്ച ട്രേ. അപ്പോൾ അത്തരത്തിലുള്ള ട്രേകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സിംഗിളായിട്ട് ഇടാനായിട്ട് വളരെ നല്ലതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 ട്രേകൾ സെപ്പറേറ്റ് ആയിട്ടില്ല, പിന്നീട് നമ്മൾ വാങ്ങുന്നുണ്ട്. താൽക്കാലികമായിട്ട് നമുക്ക് ഈ പറയുന്ന പോലെയുള്ള ചെടിച്ചട്ടികളിലും ആ കണ്ടെയ്നറിലുമായിട്ട് ഇടാം. ഇതാണ് ആ 3 ചെടിച്ചട്ടികൾ ഞാൻ പറഞ്ഞത്. അങ്ങനെ ടോട്ടൽ 5 എണ്ണത്തിനെ നമുക്ക് സെപ്പറേറ്റ് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വലിയ സൈസ് ആയതിനെ നമുക്ക് നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പെട്ടെന്ന് തന്നെ മാറ്റുന്നതാണ് നല്ലത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മറ്റ് ചെറുതുകളെ അറ്റാക്ക് ചെയ്ത് അത് ഭക്ഷിക്കും. ഇന്ന് ഞാൻ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 5 എണ്ണം കിടക്കുന്ന ഒരു കണ്ടെയ്നറിനകത്ത് ഒരു ചെറുത് അത് ഡെഡായിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരു വലുതിൻ്റെ വായ്ക്കകത്ത് അതിൻ്റെ ഒരു എന്താ പറയുക ബോഡിയുടെ ഒരു ഭാഗം അത് കടിച്ചു പിടിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടു. അപ്പോൾ അതിനെ ഓടിച്ച് വിട്ടപ്പോൾ അതിനകത്ത് ഏറ്റവും ചെറുതായിരുന്നു. അപ്പോൾ അതിനെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്ത് കൊന്നതായിരിക്കാം. എന്നിട്ട് പുള്ളിക്കാരൻ അതെടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പ്രശ്നം. അതായത് വലുതും ചെറുതും കൂടി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുത് ചെറുതിനെ അറ്റാക്ക് ചെയ്ത് ചെറുതിൻ്റെ ജീവൻ പോവും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് വലിയ സൈസ് ഏതെങ്കിലും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് മാറ്റിയിടുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ടാങ്കിന് നല്ല സ്പേസ് വേണം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ അധികം ഹൈറ്റൊന്നും വേണ്ട ടാങ്കിന്. മാക്സിമം പോയാൽ ഒരു 1 ഫീറ്റൊക്കെ ഹൈറ്റ് വേണ്ടി വരുള്ളൂ. അതിന് താഴെയാണ് ചില സ്ഥലങ്ങളിലൊക്കെ വെള്ളം നിറയ്ക്കുന്നത്. കാരണം ഇതിന് ഹൈറ്റ് അധികം ആവശ്യമില്ല. ഇതിന് വേണ്ടത് ശരിക്കും വീതിയാണ്, വിഡ്ത്താണ് വേണ്ടത്. അതായത് നല്ല രീതിയിൽ കിടന്ന് നടക്കാനായിട്ടുള്ള സ്പേസാണ് വേണ്ടത്. എന്നിട്ട് അതിനകത്ത് നമ്മൾ നിറച്ച് ഹൈഡിങ് സ്പോട്ടുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. PVC ഒരു 6 ഇഞ്ച് നീളത്തിൽ 2 ഇഞ്ചിൻ്റെ അതായത് 2 ഇഞ്ച് വിഡ്ത്ത് വരുന്ന, അതായത് വായുവട്ടം വരുന്ന PVC പൈപ്പ് നമ്മൾ 6 ഇഞ്ച് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ ഹൈഡിങ് സ്പോട്ട് മസ്റ്റാണ്. എന്നിട്ട് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കിൽ ഈ ഒരു ഹൈഡിങ് സ്പോട്ട് പല സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഫ്ലോട്ടിങ് ചെടികൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ എയറേഷനും കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ടാങ്ക് സെറ്റാണ്. അങ്ങനെ വലിയ സ്പേസുകളിൽ ഇഷ്ടംപോലെ പീസുകളൊക്കെ ഇട്ട് വളർത്താം. ഇഷ്ടംപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടാങ്കിൽ കൊള്ളാവുന്ന അത്രയും അല്ലെങ്കിൽ അതിൽ സ്യൂട്ടബിൾ ആവുന്ന അത്രയും ക്വാണ്ടിറ്റി നമുക്ക് ഇടാം. ചെറിയ സ്പേസുകളിൽ ഇവർ ഒരുമിച്ച് ഇടുന്നത് ഒരിക്കലും സ്യൂട്ടബിൾ അല്ല, കാരണം ഇവർ തമ്മിൽ ഫൈറ്റ് ചെയ്യും. പിന്നെ അങ്ങനെ ഓരോന്നിൻ്റെ കൈയും കാലൊക്കെ ഒടിഞ്ഞു പോകാനും ചിലതിൻ്റെ ജീവൻ നഷ്ടപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ മുമ്പ് ഇവരുടെ ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് കാനിബലിസ്റ്റിക് സ്വഭാവം ഉണ്ട് എന്നുള്ളത്. അതായത് സ്വർഗ്ഗഭോജികളാണ്. അപ്പോൾ അവരുടെ സെയിം സ്പീഷീസിൽ പെട്ടതിനെ തന്നെ അവർ വീക്കായതിനെയൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിക്കും. ഇങ്ങനെ ഈ ഒരു കാനിബലിസ്റ്റിക് സ്വഭാവം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പറഞ്ഞ പോലെ ചെറിയ സ്പേസുകളിലാണ്. വലിയ സ്പേസുകളിൽ അവർക്ക് സ്ട്രെസ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു റേറ്റും കുറവായിരിക്കും. ഇത് ഇപ്പോൾ നമ്മൾ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കുക അല്ലെങ്കിൽ ടെമ്പറേച്ചറിൻ്റെ ആ ഒരു ഇഷ്യൂ അധികം വരുന്നില്ല. ശരിക്കും നമ്മളൊരു ഔട്ട്ഡോർ ടാങ്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അധികം ഹൈറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. കോൺക്രീറ്റ് കട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 2 കട്ട ജസ്റ്റ് സ്റ്റാക്ക് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ടാർപോളിൻ വിരിച്ച് നമുക്ക് ഇവരെ ഇടാം.
പക്ഷേ നമ്മൾ സൺലൈറ്റ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും. അതായത് ഒന്നുകിൽ ചിലപ്പോൾ നമുക്ക് ഗ്രീൻ ഷെയ്ഡ് യൂസ് ചെയ്യേണ്ടി വരും, ഷെയ്ഡ് നെറ്റ് യൂസ് ചെയ്യേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ അടിക്കേണ്ടി വരും. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ മീനുകളെ വളർത്തുന്ന പോലെ ഒരു ഓപ്പൺ എയറിൽ ഇവരെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ഡയറക്റ്റ് മഴവെള്ളം വീണാലും ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചാലൊക്കെ, അതായത് പെട്ടെന്ന് ടെമ്പറേച്ചർ ഡിഫറൻസ് ഒക്കെ വെള്ളത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഔട്ട്ഡോർ ടാങ്കുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ച് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലൊക്കെ ഓൾറെഡി ഡ്രസ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സേഫാണ്, വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് സ്പേസിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞതുപോലെ നമുക്ക് ട്രേകളിലും അതുപോലെ തന്നെ ബോക്സുകളിലൊക്കെ ആയിരിക്കും വളർത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില നെഗറ്റീവ് സൈഡുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ഇവരെ നമുക്ക് സെപ്പറേറ്റ് കണ്ടെയ്നറുകളിലേക്ക് മാറ്റാം. നേരത്തെ ഞാൻ പറഞ്ഞ 5 ഡിഫറൻ്റ് ആയിട്ടുള്ള 3 ചെടിച്ചട്ടികളിലേക്കും പിന്നെ ഈ 2 കണ്ടെയ്നറിലേക്കും മാറ്റാം. പിന്നെ അത് PVC വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ചെടികളും ഇട്ട് കൊടുക്കാം. എന്തായാലും നമ്മൾ ഈ റെഡ് ക്ലോ ക്രേഫിഷുകളെ വാങ്ങിയിട്ടുള്ള ഇവരുടെ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. നമ്മൾ തീരെ ചെറിയ സൈസിനെയാണ് ക്രേഫിഷ് ഫാമിൽ നിന്ന് വാങ്ങിയത്. എന്നിട്ട് നമുക്ക് ഇതിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, മുമ്പ് ആദ്യമായിട്ടാണ് വളർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിനെ വളർത്തി വരുന്ന സമയത്ത് കുറേ ചലഞ്ചുകളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. അതായത് 6 കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വാങ്ങിയത്. തുടക്കത്തിൽ തന്നെ നമുക്ക് 3 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. 3 അല്ല 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അധികം സൈസൊന്നും ആയില്ല. കാരണം നമ്മൾ ഇൻഡോർ വെച്ച സമയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ വെള്ളത്തിൽ വന്ന് വാട്ടർ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ വന്നിട്ടായിരുന്നു 2 ഡെഡായി പോയത്. പിന്നെ നമ്മുടെ കയ്യിൽ 4 എണ്ണം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം വലുപ്പമായിട്ട് ഒരു ഫീമെയിൽ ബ്രീഡായി എന്ന് പറഞ്ഞാൽ മെയിലിൻ്റെ സഹായമില്ലാതെ തന്നെ അത് മുട്ടയിട്ടിട്ട് ആ സമയത്ത് അതിന് വന്ന സ്ട്രെസ് കൊണ്ട് അത് ഡെഡായി പോയി. പിന്നെ ഫൈനലി നമ്മുടെ കയ്യിൽ 3 എണ്ണം മാത്രമാണ് അവശേഷിക്കുന്നുണ്ടായിരുന്നത്. ആ 3 എണ്ണത്തിലാണെന്നുണ്ടെങ്കിൽ 1 എണ്ണം മെയിലും 2 മെയിലും 1 ഫീമെയിലും ആയിരുന്നു. അപ്പോൾ ആ ഫീമെയിൽ 1 എണ്ണേ ഉള്ളൂ. അതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബ്രീഡിങ് നടക്കില്ല. ഭാഗ്യത്തിന് ആ ഒരു ഫീമെയിലും 1 മെയിലും മെയ്റ്റായി. അങ്ങനെ നമുക്ക് ബ്രീഡിങ് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റി. ബ്രീഡിങ് ആണെന്നുണ്ടെങ്കിൽ തന്നെ കുറച്ച് സ്ട്രെസ് പിടിച്ചതാണ്. കാരണം 2 മാസമൊക്കെ എടുക്കും ഇതിൻ്റെ മുട്ടയിട്ട് അത് വിരിയാനൊക്കെ ആയിട്ട്. ബ്രീഡിങ് പ്രോസസ്സ് തന്നെ 2 മാസം ലെങ്ത് എടുക്കും. അങ്ങനെ ഭാഗ്യം കൊണ്ട് അവർ മെയ്റ്റായി മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞ് നമുക്കൊരു 10-40 കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്പേസിൻ്റെയൊക്കെ പരിമിതികളുള്ളത് കൊണ്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെട്ട് അവസാനം ഒരു 10, ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ കയ്യിൽ ഒരു 25 കുഞ്ഞുങ്ങളുണ്ട്. ഒരു 20-25 എണ്ണം കാണും. അതിൽ കുറേയൊക്കെ ഇതുപോലെ സൈസായി വരുന്നുണ്ട്. അങ്ങനെ ബ്രീഡായി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബ്രീഡിംഗ് പെയറിനെ നമുക്ക് നഷ്ടപ്പെട്ടു. അത് വലിയൊരു ട്രാജഡി ആയിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിലും ഫീമെയിലും ആയിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് അവർക്ക് എന്തോ സ്ട്രെസ് വന്നു. കാരണം നമ്മൾ ചെടികളൊക്കെ അന്ന് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുറവായിരുന്നു. കാരണം അന്ന് മഴക്കാലം ആയതുകൊണ്ട് ആ ഒരു സമയത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സൺലൈറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്ന ചെടികളുണ്ടല്ലോ അത് വളരെ സ്ലോ ആയിട്ടാണ് വളരുന്നത്. അപ്പോൾ നമുക്ക് ചെടികളുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ചെടികൾ നമ്മളിതുപോലെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇവർ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഷെല്ല് പൊഴിക്കാനും അതുപോലെ തന്നെ ഇവരത് ഫുഡായിട്ട് കഴിക്കുകയും ചെയ്യും. ഈ ചെടികൾ ഇട്ടിട്ടുള്ള ചെടിച്ചട്ടികളിലൊക്കെ കാഷ്വാലിറ്റീസ്, അതായത് ഡെത്ത് റേറ്റ് വളരെ കുറവാണ്. മുമ്പ് ഒരു ഫീമെയിൽ മുട്ടയിട്ട് ഡെഡായി എന്ന് പറഞ്ഞില്ല, അതിൻ്റെ ട്രെയിൽ നമ്മൾ ചെടികൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ഈ ലൈറ്റൊക്കെ അടിക്കുമ്പോൾ ചില സാഹചര്യങ്ങളിൽ സ്ട്രെസ് വരും. അങ്ങനെ എന്തോ സംഭവിച്ചതാണ്. അങ്ങനെ ആ ഒരു പെയർ നമുക്ക് നഷ്ടപ്പെട്ടു. ബ്രീഡിംഗ് പെയർ നമുക്ക് നഷ്ടപ്പെട്ടിട്ട് അഡൾട്ട് നമ്മൾ ആദ്യം വാങ്ങിയ 6 എണ്ണത്തിൽ 1 എണ്ണം മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അത് ഒരു മെയിലാണ്, അഡൾട്ട് മെയിൽ. അത് നമ്മുടെ ആദ്യത്തെ ആ മുകളിൽ നേരത്തെ കാണിച്ച വലിയ ബോക്സുകളിൽ ആദ്യത്തെ ബോക്സിലാണ് ആ ഒരു മെയിൽ എടുക്കുന്നത്. ബാക്കി നമ്മുടെ കയ്യിലുള്ളതെല്ലാം കുഞ്ഞുങ്ങളും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വലുതായ കുഞ്ഞുങ്ങളുമാണ്. ആ ഒരു ബ്രീഡിങ് അന്ന് നടന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടി. കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വലുതായി. ഇനി ഇതിനകത്ത് തന്നെ കുറേ മെയിലും ഫീമെയിലുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരെ ഉപയോഗിച്ചിട്ട് നമുക്ക് മേറ്റ് ചെയ്യിച്ചിട്ട് വീണ്ടും ബ്രീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലക്കിയായിരുന്നു ആ ഒരു ബ്രീഡിങ് നടന്നതുകൊണ്ട്. മാത്രമല്ല നമ്മൾ ചെറിയ സൈസിനെ വളർത്തി വലുതാക്കി അതിനെ ബ്രീഡ് ചെയ്യിച്ചു കുഞ്ഞുങ്ങളിറങ്ങി ആ കുഞ്ഞുങ്ങൾ ഈ കാണുന്ന വലിയ സൈസിലേക്ക് വളർന്നു. അതായത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി എന്നുള്ളതാണ്. അതായത് ഈ ഒരു റെഡ് ക്ലോ ക്രൈഫിഷുകളുടെ ഫുൾ സൈക്കിൾ. മാത്രമല്ല നമ്മുടേതായിട്ടുള്ള രീതികളിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഈ ചെടികളൊക്കെ അധികം ആൾക്കാരൊന്നും ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. വേറെ ചെടികളൊക്കെയാണ് പല ആൾക്കാരും ക്രൈഫിഷുകൾക്ക് ഫീഡ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഫീഡ് ചെയ്യുന്നത് ഈ ഒരു ചെടി തന്നെയാണ്. ഇത് തന്നെയാണ് ഞാൻ ജയൻറ്റ് ഗൗരാമികൾക്കും ഫീഡ് ചെയ്യുന്നത്. പല ആൾക്കാരും ഇതൊന്നും ജയൻറ്റ് ഗൗരാമികൾക്ക് അധികം ഫീഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. ചേമ്പിലയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു ചെടി മാത്രം കൂടുതലായിട്ട് വളർത്തി ഇത് ക്രൈഫിഷുകൾക്കും ജയൻറ്റ് ഗൗരാമികൾക്കും ഒക്കെ ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ക്രൈഫിഷുകളുടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റി. അതുപോലെ തന്നെ കുറേ പരീക്ഷണങ്ങൾ നടത്തി അതിൽ നമുക്ക് വിജയിക്കാൻ പറ്റി. അതുപോലെ കുറേ ചലഞ്ചുകൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അതൊക്കെ ഈ ഒരു ഫിഷ് കീപ്പിങ്ങിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഹോബിയുടെ ഭാഗം തന്നെയാണ്. കാരണം സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കാതെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് വലുത്. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വായിച്ച് പഠിച്ച് മനസ്സിലാക്കാം. പിന്നെ അത് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്കത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് പറയാനായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഗുഡ് ന്യൂസുകൾ നമുക്ക് കിട്ടാറുണ്ട് എന്നുണ്ടെങ്കിലും അതേസമയം തന്നെ നമുക്ക് കുറേ പണികളും കിട്ടാറുണ്ട്. 2 ദിവസം മുമ്പ് നമുക്കൊരു നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലിഗേറ്റർക്കാർ 2 ദിവസം മുമ്പ് ഡെഡായി പോയി. അതിൻ്റെ വീഡിയോ 1-2 ദിവസത്തിനുള്ളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വെള്ളം തണുപ്പായതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ച് ദിവസമായിട്ട് അത് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ആൾ വീക്കാവുമായിരുന്നു. നമ്മൾ കുറച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. കുറച്ച് നാൾ മുമ്പ് ഇതേ ഇഷ്യൂ വന്നിട്ട് തലനാരിഴയ്ക്കാണ് ഞാൻ അതിനെ സേവ് ചെയ്തത്. അത് ഞാൻ വീഡിയോ ആയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു.
എന്താ റീസൺ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. പെട്ടെന്ന് ഫുഡ് എടുക്കുന്നത് സ്റ്റോപ്പ് ചെയ്യായിരുന്നു. ഫിസിക്കലി നമ്മൾ ചെക്ക് ചെയ്തു, നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. യാതൊരു ഫിസിക്കൽ പ്രോബ്ലംസും ഇല്ല. സ്ട്രെസ് ആണോ അതോ എന്തെങ്കിലും ഇന്റേണൽ ഇഷ്യൂസ് ആണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും 1-2 ദിവസത്തിനുള്ളിൽ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.